ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. പീഡകളുടെ കാലം മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപതി സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. താങ്കളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി കൊടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്കും നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദോഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ സുവിശേഷത്തിൽ യേശു കുറേ കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. പീഡകളുടെ കാലം എങ്ങനെയായിരിക്കുമെന്ന് ഈശോ വ്യക്തമായി പറയുന്നു. നാടുവാഴികളുടെയും നിയമജ്ഞരുടെയും മുൻപിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നിങ്ങൾക്ക് എൻ്റെ പിതാവായ ദൈവം തക്ക സമയത്ത് തന്നുകൊള്ളും. അതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട എന്ന് യേശു പറയുന്നു. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടുമെന്ന്. യേശുവിനെ പ്രതി പീഡകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്കുണ്ടാകും. പക്ഷേ അതെല്ലാം രക്ഷകനായ യേശുവിനെ പ്രതിയാണെന്ന് നമ്മൾ ഓർത്ത് മനസ്സിലാക്കിയാൽ, അവസാനം വരെ ക്ഷമിച്ചും സഹിച്ചും നിന്നാൽ നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടുമെന്ന് വിശുദ്ധ സുവിശേഷത്തിൽ പറയുന്നു. യേശുവിൻ്റെ ഈ തിരുവചനം പീഡകളുടെ കാലം വളരെ ദുർഘടകരമായ കാലം തന്നെയാണ്. ഈ വചനങ്ങളെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. ഇന്ന് നമുക്ക് കിട്ടിയ ഈ സുവിശേഷത്തെ ഓർത്ത് ലോകത്തിൽ പീഡകളും ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.